السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن ثوبان رضي الله عنه عن النبي صلى الله عليه وسلم أنه قال له: عليك بكثرة السجود فإنك لا تسجد لله سجدة إلا رفعك الله بها درجة وحتى أنك بها خطيئة. رواه مسلم. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നിസ്കാരം എന്തിനു ചെയ്യുന്നു? അത് അമൂല്യവും അതിപ്രാധാന്യവുമുള്ള രണ്ട് കാര്യങ്ങൾ സ്വലാത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കിട്ടുമെന്ന് പഠിപ്പിക്കുകയാണ്. ഒരുപക്ഷെ നിസ്കാരത്തിലൂടെ നമ്മൾ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ലെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്നലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വീടിൻ്റെ മുമ്പിൽ കൂടി ഒഴുകുന്ന ഒരു പുഴ. അതിൽ 5 നേരം കുളിക്കുന്ന ഒരാളിൽ അഴുക്കും മെഴുക്കും ഇല്ലാത്തതുപോലെ അയാൾ ആത്മീയമായും ശാരീരികമായും മാനസികവുമായി ഒക്കെ വിശുദ്ധരായിരിക്കും. എന്നാൽ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് നമ്മെ മറ്റു 2 കാര്യങ്ങളാണ്. ഇത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ 4 വീലറിലൊക്കെ ഉണ്ടാകുന്ന ഒരു സാധനമുണ്ട്, ജാക്കി. വണ്ടി എന്തെങ്കിലും കേടുപാട് പറ്റിയാൽ അത് ഉയർത്താൻ വേണ്ടി അത് ഉപയോഗിച്ച് അതിൻ്റെ ഓരോ ത്രെഡുകളും തിരിക്കുമ്പോൾ വണ്ടി ഉയരുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ കേടുപാടുകൾ മാറ്റാൻ ആവശ്യമാകുന്ന രൂപത്തിൽ അത് ഉയർന്നു നിൽക്കുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, സൗബാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലമാരിൽപ്പെട്ട ഒരാളാണ് സൗബാൻ റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ മറ്റു പല ആൾ റബീഅത്ത് ഇബ്നു ഖഅബ് തുടങ്ങിയ ആളുകളൊക്കെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അപ്പൊ അവരൊക്കെ ഒഴിഞ്ഞ് ഒരവസരം കിട്ടിയാൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കും. നമ്മളെന്താ ചോദിക്കുക? ലോകത്തിലെ ഏറ്റവും വലിയ ഭരണം നടത്തുന്ന സുഖസൗകര്യങ്ങളുള്ള ഒരാളുടെ PA ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നിലക്ക് അയാളുമായി വല്ല കണക്ഷനും ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുക ദുനിയാവിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം തരത്തിൽപ്പെടുത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇവിടെ ഇവരൊക്കെ ചോദിച്ചിട്ടുണ്ടായത് ദുനിയാവിനേക്കാൾ ഉപരിയായിട്ട് നാളെ ആഖിറത്തിൽ എന്തെങ്കിലും ഒരു മികച്ച അവസ്ഥയുണ്ടാകാൻ വേണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളിൽപ്പെട്ട ഒരാളാണ് സൗബാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാം, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല ലഹു അലൈക ബികസറത്തി സുജൂദ്. സൗബാനെ, നീ സുജൂദുകൾ വർദ്ധിപ്പിച്ചിട്ട് നിന്നെ സഹായിക്കണം കേട്ടോ. ഫഇന്നക, തീർച്ചയായും നീ ലാ തസ്ജുദു ലില്ലാഹി സജദതൻ, അല്ലാഹുവിന് വേണ്ടി ഒരു സുജൂദും ചെയ്യുന്നില്ല. ആ സുജൂദാണ് നേരത്തെ പറഞ്ഞ ത്രെഡ്. ഫഇന്നക ലാ തസ്ജുദു ലില്ലാഹി സജദതൻ ഇല്ലാ, അല്ലാതെ. ഓരോ സുജൂദ് ചെയ്യുന്നതും അതുകൊണ്ട് ലഭിക്കുന്ന ഒരു ഉപകാരം ഉണ്ട്. എന്താ? റഫഅക അല്ലാഹു ബിഹാ ദറജതൻ, അതുവഴി അല്ലാഹു നിന്നെ ഓരോ പദവികൾ ഇങ്ങനെ ഉയർത്തും. വഹത്ത അൻക ബിഹാ ഖതീഅതൻ, നിന്നിൽ നിന്ന് ഒരു പാപം അല്ലാഹു മായ്ച്ചു കളയുകയും ചെയ്യും. അല്ലാഹ് മായ്ക്കുക. നമുക്ക് വാഹനം ഓടിക്കുമ്പോൾ വൈപ്പർ ഇടാറുണ്ട്, പൊടിയോ മറ്റു പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. എന്നാൽ ജീവിതത്തിൻ്റെ ഈ ഗ്ലാസ് ആകുന്ന സംശുദ്ധമായ അവസ്ഥയിൽ ഏതെങ്കിലും പൊടിയോ പടലങ്ങളോ വന്നാൽ അത് നീക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് നൽകിയ 5 നേരത്തെ നിസ്കാരത്തിൽ ഓരോ സുജൂദിനും ആ സവിശേഷതയുണ്ട്. നമ്മൾ മണ്ണിൽ അല്ലെങ്കിൽ നിലത്ത് പ്രതലത്തിൽ നെറ്റിയും മൂക്കും കൈപ്പത്തികളും കാലിൻ്റെ മുട്ടും കാലിൻ്റെ തള്ളവിരലടങ്ങുന്ന വിരലുകളും വെച്ച് ഒരു സുജൂദ് ചെയ്യുമ്പോൾ ഈ ഒരു ദർജയിലേക്ക് നമ്മൾ ഉയരുന്നു. നമ്മിൽ നാം അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ഏതെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങൾ എവിടെയെങ്കിലും മറഞ്ഞു നിൽക്കുന്നുണ്ട് എങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മായ്ച്ച് കളഞ്ഞ് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് സുജൂദ് ചെയ്ത് ജീവിതാന്ത്യം വരെ അവസാനം ജീവിതത്തിൽ നിന്ന് കൊടുക്കുന്ന ബാങ്കിന് പോലും ഇജാബത്ത് നൽകാൻ കഴിയുന്ന വിശുദ്ധന്മാരായി ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മാനുഷികമായി വന്നു പോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ വന്ന എല്ലാ അബദ്ധങ്ങളും അല്ലാഹു മറച്ചു വെച്ച് ഈ ലോകത്ത് നമ്മെ അനുഗ്രഹിക്കട്ടെ. അവയ്ക്ക് പകരമായി നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ
നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഈ മജ്ലിസിലും വീടിലും ആശുപത്രികളിലുമൊക്കെ രോഗത്തോട് മല്ലടിച്ചു കഴിയുന്ന രോഗികളായ നമ്മുടെ സഹോദരി സഹോദരന്മാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെയും ആജിലും കാമിലുമായ ശിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ പരസഹായം കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മരണം വരെ നിലനിർത്തി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീങ്ങളായി ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും മരണസമയത്ത് അഫ്ദലുൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോട് കൂടി പറഞ്ഞു പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാനുമുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയും നമ്മുടെയും എളുപ്പമാക്കി അവരെയും നമ്മെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പാരത്രിക ലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.